ളുഹാ നമസ്കാരം 4 റക്അത്ത് നമസ്കരിച്ചിരുന്നു. വയസീദു മാഷാ അല്ലാഹ്, അവിടുന്ന് ഉദ്ദേശിക്കുന്നത് വർദ്ധിപ്പിക്കാറുമുണ്ട്. ഇപ്പൊ 2 റക്അത്തിന്റേതായി 4 റക്അത്തിന്റേതുമായി. ഇനി ഉമ്മുഹാനിയിൽ നിന്നുള്ള റിപ്പോർട്ടിൽ കാണാം, ദഹബതു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമൽ ഫത്ഹി, ഞാൻ മക്കം ഫത്ഹിന്റെ ആ വർഷത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ചെന്നപ്പോൾ അവിടുന്ന് കുളിക്കുകയാണ്. കുളി കഴിഞ്ഞതിന്റെ ശേഷം അവിടുന്ന് സ്വല്ലാ 8 റക്അത്തിൻ വദാലിക ളുഹൻ, 8 റക്അത്ത് അവിടുന്ന് ളുഹാ സമയത്ത് നമസ്കരിക്കുകയുണ്ടായി. അപ്പൊ 2 കേട്ടു, 4 കേട്ടു, 8 കേട്ടു. അതുപോലെ തന്നെ ആ നിലക്കപ്പോ 2, 4, 8 അതുപോലെ തന്നെ 12ന്റെയും ചില റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ സാധിക്കുന്നൊരു ചുരുങ്ങിയത് ഒരു 2 റക്അത്തെങ്കിലും പ്രിയമുള്ളവരെ ളുഹാ നമസ്കരിക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി എപ്പോഴാണ് ഈ ളുഹാ നമസ്കാരത്തിന്റെ സമയം? ളുഹാ എന്നത് തന്നെ ആ സമയത്തെ സൂചിപ്പിക്കുകയാണ്. അതായത് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ സൂര്യോദയത്തിന്റെ ശേഷം ഒരു 20 മിനിറ്റ് വരെ മാക്സിമം നമ്മൾ കാത്തു നിൽക്കുക. സൂര്യൻ ഉദിച്ച് നമുക്ക് കലണ്ടറിൽ നോക്കിയാൽ ഷുറൂഖ് എത്ര മണിക്കാണെന്ന്, നമ്മൾ സൂര്യോദയം എത്ര മണിക്കാണെന്ന് മനസ്സിലാവും. ഒരു 15-20 മിനിറ്റ് കാത്തു നിന്നാൽ ളുഹായുടെ ആദ്യ സമയം ആരംഭിക്കുകയായി. ആ ആദ്യ സമയത്ത് സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വന്ന് അല്പം കഴിഞ്ഞ് ളുഹായുടെ ആദ്യ സമയമായതുകൊണ്ട് ആ സമയത്ത് നമസ്കരിക്കുന്ന നിസ്കാരത്തിന് സ്വലാത്തുൽ ഇശ്റാഖ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ചില ആളുകൾ വിചാരിച്ചത് ഇശ്റാഖ് നിസ്കാരം എന്ന് പറഞ്ഞിട്ട് വേറൊരു നിസ്കാരവും ളുഹാ നിസ്കാരം എന്ന് പറഞ്ഞിട്ട് വേറൊരു നിസ്കാരവുമാണെന്നാണ്. അല്ല, ഇത് രണ്ടും ഒന്നാണ്. ളുഹായുടെ സൂര്യോദയം നടന്ന് ആ ആദ്യ സമയത്ത് ആ സമയത്ത് നിസ്കരിക്കുമ്പോൾ അത് ഇശ്റാഖ്, അത് തന്നെയാണ് ഇശ്റാഖ് നിസ്കാരം, അത് തന്നെയാണ് ളുഹാ നിസ്കാരത്തിന്റെ തുടക്കം. ഇനി ഏതുവരെയാകാം? ളുഹറാകുന്നതിന്റെ ഒരു 20 മിനിറ്റ് മുമ്പ്. സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റിയാണല്ലോ ളുഹറിന്റെ വഖത്ത് ആരംഭിക്കുന്നത്. അതിന്റെ ഒരു 10-20 മിനിറ്റ് മുമ്പ് വരെ നമുക്ക് ഈ ളുഹ സമയമായി കണക്കാക്കിക്കൊണ്ട് നമുക്ക് ളുഹാ നമസ്കാരം നിർവഹിക്കാവുന്നതാണ്. എന്നാൽ ഇതിൽ ഏത് സമയത്താണ് ഏറ്റവും കൂടുതൽ കൂലിയുള്ളത്? ഉത്തമമായ സമയം ഏതാണ്? വെയിലും ചൂടും കഠിനമാകുന്ന നേരത്താണ്. സയ്യിദ് ഇബ്നു അർഖം റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ കുറെ ആളുകൾ ളുഹായുടെ സമയത്ത് നമസ്കരിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയുകയുണ്ടായി, ജനങ്ങൾ കൂടുതൽ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഈ സമയത്തേക്കാൾ കൂടുതൽ ശ്രേഷ്ഠകരമായത് വേറൊരു സമയത്തേക്ക് നീട്ടിവെക്കലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, സ്വലാത്തുൽ അവ്വാബീന ഹീന തർമദുൽ ഫസാഫിസാൽ, ചൂടുകൊണ്ട് ഒട്ടകക്കുട്ടികൾ വിഷമിക്കുന്ന നേരത്തുള്ള നിസ്കാരമാണ് ഖേദിച്ച് മടങ്ങുന്നവരുടെ നിസ്കാരം. അപ്പോ ളുഹായുടെ സമയത്തുള്ള നിസ്കാരത്തിൽ ഏറ്റവും ഉത്തമമായ സമയം സൂര്യനൊക്കെ ഉദിച്ച് നല്ലോണം വെയിൽ ചൂടായി ഒട്ടകക്കുട്ടികൾ ചൂടുകൊണ്ട് വിഷമിക്കുന്ന നേരത്ത്, അപ്പൊ ഒരു ളുഹറിന്റെ 1.5 മണിക്കൂർ മുമ്പ്, സുബഹി കഴിഞ്ഞിട്ട് സൂര്യോദയമൊക്കെ നടന്ന് 1.5 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നല്ല വെയിൽ ചൂടായി കഠിനമായി നല്ല വെയിലും ചൂടുമൊക്കെയുള്ള ആ നേരത്ത് നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത്. ആ നേരത്തുള്ള നിസ്കാരത്തെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവ്വാബീങ്ങളുടെ നിസ്കാരം എന്ന് വിശേഷിപ്പിച്ചത്. അവ്വാബീങ്ങൾ അല്ലാഹുവിലേക്ക് ധാരാളമായി ഖേദിച്ചു മടങ്ങുന്നവർ എന്നാണ് അതിന്റെ അർത്ഥം. അവരുടെ നിസ്കാരം ചൂടുകൊണ്ട് ഒട്ടകക്കുട്ടികൾ വിഷമിക്കുന്ന നേരത്താണ്. അതുകൊണ്ട് ളുഹാ നിസ്കാരത്തിന് ഏറ്റവും ഉത്തമമായ സമയം ആ ഒരു ചൂട് നന്നായി കഠിനമായി വെയിൽ നന്നായിട്ടിങ്ങനെ നമ്മൾ നല്ല ചൂട് തോന്നുന്ന ആ സമയമാണ് എന്നുകൂടി ഇതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. സാന്ദർഭികമായിട്ട് ഇവിടെ ഒരു കാര്യം നമ്മൾ പറയേണ്ടതുണ്ട്. ചില ആളുകൾ മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയ്ക്ക് മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് സുന്നത്ത് നിസ്കരിച്ചതിന്റെ ശേഷം ഒരു 6 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അവരതിന് പറയാറുള്ളത് ഇത് അവ്വാബ് നിസ്കാരമാണ്. അവ്വാബ് നിസ്കാരം എന്ന പേരിൽ മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ ഒരു 6 റക്അത്ത് ഉണ്ട് എന്ന്. സഹോദരങ്ങളെ, ഹദീസുകളിൽ സഹിഹായ നിലക്ക് അതിന് അടിസ്ഥാനമില്ല. മറിച്ച് അവ്വാബ് നിസ്കാരം എന്നത് ഈ ളുഹാ നിസ്കാരത്തെ പറ്റിയാണ്. അവ്വാബുകൾ നിസ്കരിക്കുന്നത് ചൂടുകൊണ്ട് ഒട്ടകക്കുട്ടികൾ വിഷമിക്കുന്ന നേരത്താണ് എന്നാണ് ഈ ഹദീസിൽ തന്നെ വളരെ വ്യക്തമായി പ്രയോഗം വന്നിട്ടുള്ളത്. അത് മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടക്കുള്ള ആ പ്രത്യേകമായ നിസ്കാരം എന്ന പേരിലുള്ള നിസ്കാരം അല്ല. അതിന് നമുക്ക് പ്രവാചക മാതൃകയിൽ തെളിവുമില്ല. അതുകൊണ്ട് ഈ കാര്യം നമ്മുടെ ഒരു ദിവസത്തിൽ ആണായാലും പെണ്ണായാലും ഇതൊരിക്കലും നഷ്ടമാകാതിരിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മളൊന്ന് ശ്രദ്ധ വെച്ചാൽ വലിയ പുണ്യം നേടിയെടുക്കാവുന്നതാണ് ളുഹാ നമസ്കാരം. സമൂഹത്തിൽ നിന്ന് എടുത്തുപോയിക്കൊണ്ടിരിക്കുന്നതാണ്.
ഇപ്പോ വീട്ടിൽ വെച്ച് നിർവഹിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ. അതല്ല, നമ്മൾ ജോലിക്ക് പോകേണ്ടവരാണ്. ജോലിക്ക് പോകുന്നു, ജോലിക്ക് പുറപ്പെടുമ്പോ നമ്മുടെ ജോലി സ്ഥലത്ത് വെച്ച്, നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ വെച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ ഷോപ്പിന്റെ ഒരു മൂലയിൽ വെച്ച് ഒരു മുസല്ലയിട്ട് നിങ്ങൾക്ക് ഈ പ്രത്യേകം പുണ്യമുള്ള, വളരെയേറെ പ്രാധാന്യമുള്ള ഈ നിസ്കാരം നിർവഹിക്കാൻ ഒരു 5 മിനിറ്റെങ്കിലും, ഒരു 3 മിനിറ്റെങ്കിലും ചെലവഴിക്കാൻ സാധിച്ചാൽ, പ്രിയമുള്ളവരെ, അത് നമ്മുടെ ജീവിതത്തിൽ ഒരു മുതൽക്കൂട്ടായിരിക്കും. അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മുടെ ഒരു ദിവസത്തിൽ ദുഹാ നമസ്കാരത്തിന്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കുക. സ്ത്രീകളും അത് ശ്രദ്ധിക്കുക. കിടന്നുറങ്ങുന്ന ആ സമയം, എഴുന്നേറ്റ് ഉണരുന്ന നേരത്ത് ആ ദുഹായുടെ സമയമാണല്ലോ, എഴുന്നേറ്റ് വുളൂ ചെയ്ത് അംഗശുദ്ധി വരുത്തി കൃത്യമായി ഒരു 2 റക്അത്തെങ്കിലും നമസ്കരിച്ച് നമ്മുടെ